വലയം പോലെ ചുറ്റും കമ്പികൾ കൊണ്ട് തീർത്ത വേലിക്കുള്ളിൽ ഒരു കൂട്ടം മാടപ്രാവുകൾ, ചാരയും പച്ചയും കറുപ്പും ഇടകലർന്ന നിറമുള്ള ചുവന്ന കണ്ണുകളോട് കൂടിയ പ്രാവുകൾ വിസ്തരിച്ചു കിടക്കുന്ന ആചാര്യ ഹോസ്പിറ്റലിന്റെ അങ്ങേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ഇടം. ആളുകൾക്ക് ഇരിക്കാനും പുസ്തകം വായിക്കാനും എല്ലാം അവിടെ സൗകര്യമുണ്ട്. പ്രാവുകൾ തമ്മിൽ ചിറകടിച്ച് മുകളിലേക്ക് ഉയരുന്നതും കുറുകുന്നതും പാത്രങ്ങളിൽ നിന്ന് വെള്ളം കുടിക്കുന്നതുമായ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് അവിടെ നിൽക്കുകയായിരുന്നു മൈ. അവളുടെ ഇടത് കൈക്കുള്ളിൽ ഒരു പിടി ധാന്യങ്ങളും ഉണ്ടായിരുന്നു. അത് വലൻ കൈയിലേക്ക് കുറച്ചു കുറച്ചായെടുത്ത് പ്രാവുകൾക്ക് നേരെ വിതറുകയാണവൾ. ആഹാ, ഇവിടെ വന്ന് നിൽക്കുവാണോ? പിന്നീട് സരു അവളെ കണ്ട് അടുത്തേക്ക് വരികയായിരുന്നു. മൈ തിരിഞ്ഞു നോക്കി. ആ ആന്റി, ഞാൻ ഇവിടെ പ്രാവുകളെ നോക്കിയിരിക്കുമായിരുന്നു. ബാക്കിയായ ധാന്യങ്ങൾ പോയി അവയ്ക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് കൈ കൊട്ടിക്കൊടഞ്ഞുകൊണ്ട് മൈ അവർക്ക് മറുപടി നൽകി. പ്രാവിനെ കണ്ടതും കൊടുത്തതൊക്കെ അവിടെ നിൽക്കട്ടെ, അങ്ങോട്ട് വാ, യാഷ് തിരക്കി. സരു അവളുടെ കൈയെ പിടിച്ചു. മൈയുടെ മിഴികളൊന്ന് വിടർന്നു പോയി. എന്നെ തിരക്കിയോ? അവൾ ഉള്ളി തിങ്ങി ആഹ്ലാദത്തോടെ ചോദിച്ചു. നീ ഇവിടെ ഉണ്ടോന്ന് അവൻ എന്നോട് ചോദിച്ചു. നിന്നെ കൂട്ടിക്കൊണ്ട് പോവാൻ വന്നതാ ഞാൻ, സരു പറഞ്ഞു. എന്നാൽ അവന്റെ കൺമുന്നിലേക്ക് പോവാൻ മടിക്കുന്നവളെ പോലെ മൈ അവരിൽ നിന്ന് തന്റെ കൈ അയക്കാനാ ശ്രമിച്ചത്. ആന്റി, അത് എന്തത്? മതി പിള്ളേരെ ചുമ പിണങ്ങി നടന്നത്. കാര്യം എന്താണെന്നൊന്നും എനിക്കറിയില്ല. അറിയേ വേണ്ട. പക്ഷെ ഇങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം തിരിച്ചു നടക്കുന്ന സമയമല്ലിത്. നീ വാ, ചെന്നവന്റെ അരികിലിരിക്കും, സരു നിർബന്ധിച്ചു. തങ്ങൾക്കിടയിൽ എന്തോ സൗന്ദര്യപ്പിണക്കമാണ്. സരു തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് മൈക്ക് മനസ്സിലായി. ഇനിയും അവരുടെ കൂടെ ചില കൂട്ടാക്കിയില്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും സംശയം തോന്നിയാലോ എന്ന് കരുതി മൈ ആലോചനയോടൊന്ന് മൂടി. ഞാൻ ചെന്ന് കണ്ടോളാം ആന്റി, മൈ പറഞ്ഞുകൊണ്ട് അവരുടെ പിന്നാലെ നടന്നു. റൂമിന്റെ ഡോർ ശബ്ദമില്ലാതെ തുറന്നകത്തേക്ക് കയറുമ്പോൾ ആകെ ഒരു വെപ്രാളം വന്ന് മയ്യെ പൊതിഞ്ഞു അകാരണമായിരിക്കുന്ന ഹൃദയം. അവളെ ഒട്ടാകെ വശം കെടുത്തി മനഃപൂർവ്വമല്ല, കഴിഞ്ഞ 6 ദിവസം അവന്റെ കൺമുന്നിൽ പെടാതെ മാറി നടന്നു. ഒളിച്ചും പറന്ന് ഒരു കള്ളിയെപ്പോലെ അവളെ നിരീക്ഷിച്ചത്. അവനെ നേരിടാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ടാണ് തന്നെ കണ്ട എത്തരത്തിൽ അവൻ പ്രതികരിക്കും എന്നറിയാത്തതുകൊണ്ടാ കണ്ണുകൾ തുറന്നു വെച്ച് സീലിംഗിലേക്ക് നോക്കി. ഒരേ കിടപ്പ് കിടക്കുന്നവൻ താൻ വന്നതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് മൈക്ക് മനസ്സിലായി. ഒരു വേള തിരികെ ഇറങ്ങി പോയാലോ എന്നുവരെ അവൾ ചിന്തിച്ചു. മനസ്സിൽ ആ ചിന്തകളോടെ പിന്നിലേക്ക് നീങ്ങിയവൾ പെട്ടെന്ന് റൂമിന്റെ കർട്ടനിലായിരുന്നു പിടിച്ചത്. കർട്ടന്റെ സ്റ്റാൻഡ് അനക്കം കേട്ടത്. യാഷ് അവിടേക്ക് തലചരിച്ച് നോക്കുകയും ചെയ്തു. മൈ വിളറിയ മുഖത്തോടെ അവനെ നോക്കി. യാഷിന്റെ കണ്ണുകൾ അവളി തറച്ചു നിന്നു. ഹിമ, അവന്റെ ചുണ്ടുകൾ ശബ്ദമില്ലാതെ മൊഴിഞ്ഞു. വീർ. മൈ അവനെ മെല്ലെ വിളിച്ചു. ആ സ്വരം, വിളി വീണ്ടും കേട്ടപ്പെട്ടു. തന്നിൽ നിറയുന്നത് എന്തുതരം വികാരമാണെന്ന് യാഷിന് അറിയില്ലായിരുന്നു. എന്നാൽ അവളോട് പ്രണയം, ഇഷ്ടം ഒന്നും തന്നെ ഇല്ലെന്ന് അവൻ തിരിച്ചറിയുകയായിരുന്നു. അവസാനമായി അവളെ കണ്ട ദിവസം അവൾ പറഞ്ഞ വാക്കുകൾ ഓർമ്മയിൽ തെളിഞ്ഞു. നിമിഷ നേരം കൊണ്ടായിരുന്നു യാഷിന്റെ ചുണ്ടിൽ ഒരു നിസ്സംഗ ഭാവത്തോടെ കൂടിയത്. അവൻ അവളിൽ നിന്ന് മുഖം തിരിച്ചു കടന്നു. എന്തിനാ ഇവിടേക്ക് വന്നത്? മുകളിലേക്ക് നോക്കി അവളോടായി തന്നെ അവൻ ആരാഞ്ഞു. അത് സരുവന്റെ ആന്റി പറഞ്ഞു, നീ എന്നെ അന്വേഷിച്ചോന്ന് തന്നോട് മറുപടി പറയും. അവളുടെ വാക്കുകൾ മുറിഞ്ഞു പോകുന്നത് അവനെ അത്ഭുതപ്പെടുത്താതിരുന്നില്ല. തന്റെ മുന്നിലെന്നല്ല, ആരോട് അടി പതറാതെ നിന്ന് സംസാരിക്കുന്നവളാണ് ഇന്നോളം അവന് കണ്ടിട്ടുള്ള ഹിരൺമയി എന്നവൻ ഓർത്തു. പിന്നെ എന്താ ഇപ്പൊ ഇങ്ങനൊരു മാറ്റം എന്നവൻ ചിന്തിച്ചെങ്കിലും അതവൻ ഗൗനിക്കാതെ അവൾക്ക് മുഖം കൊടുക്കാതെ കിടന്നു. ഞാൻ നിന്നെ അന്വേഷിച്ചിട്ടില്ല, അമ്മ കള്ളം പറഞ്ഞതാവും. യാഷ് ശബ്ദത്തിൽ ഒട്ടും മയമില്ലാതെ അവളോട് സംസാരിച്ചു. ഇരുവർക്കും ഇടയിൽ ഏറെ നേരം മൗനം ഉടലെടുത്ത്. തങ്ങൾക്കിടയിൽ ഇതുവരെ ഇത്രയും ദൈർഘ്യമേറിയ നിശബ്ദത ഉണ്ടായിട്ടില്ലെന്ന് രണ്ടുപേരും ചിന്തിക്കുകയായിരുന്നു. തങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ മൗനത്തിന് സ്ഥാനം കൊടുത്തിട്ടില്ല. ഇരുവരും വാചാലയായിരുന്നു. എന്നാലിപ്പോ അവന്റെ അവഗണന മൈക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അതെല്ലാം താൻ അർഹിക്കുന്നതാണെന്ന്. അവനായിട്ട് തന്നെ നോക്കുന്നില്ലെന്ന് കണ്ട് മൈ അവന്റെ അരികിലേക്ക് വന്നു. വേദനയുണ്ടോ വീർ നിനക്ക്? ഇടയ്ക്കിടെ ചുളിഞ്ഞു പോകുന്ന അവന്റെ മുഖം കണ്ട് ആവലാതിയോടെ അവൾ ചോദിക്കുന്നു. യാഷിന് അവള് നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ബെഡിലിരിക്കുന്ന അവന്റെ വലം കയ്യിൽ സ്പർശിക്കാൻ അവൾ ആഗ്രഹിച്ചു. അതിനായി വിരൽ തുമ്പുകൾ ഉയർത്തി
അവന്റെ എതിരെ തൊടാൻ തുനിഞ്ഞതും യാഷൻ തന്റെ വിരലുകൾ മാറ്റി അവന്റെ നെഞ്ചിലേക്ക് വെച്ചു. എന്തോ എന്തിനാ കൈമാറ്റിക്കളഞ്ഞത്? അവന്റെ പ്രവൃത്തിയിൽ വല്ലാതായിക്കൊണ്ട് മൈ ചോദിച്ചു പോയി. നീ എന്നെ ഒന്ന് ശല്യം ചെയ്യാതെ പുറത്തേക്കൊന്ന് പോ ഹിരൺമയി, എനിക്ക് ഉറക്കം വരുന്നു. യാഷൻ അപേക്ഷിക്കും പോലെ ഒന്ന് പറഞ്ഞു. തന്റെ സാന്നിധ്യം അവൻ ഇഷ്ടപ്പെടുന്നില്ലെന്ന് ഓർക്കുന്തോറും അവളുടെ മുഖം സങ്കടം കൊണ്ട് കല്ലിച്ചു. അബദ്ധത്തിലെങ്കിലും അവന്റെ നോട്ടൊന്നും കിട്ടാനെന്നോണം മൈ അവനെ പ്രതീക്ഷയോടെ അല്പനേരം കൂടി നോക്കി നിന്നു. എങ്കിലും ഒന്നും ഉണ്ടായില്ല. മെഡിസിന്റെ സെഡേഷന് യാഷിന്റെ കണ്ണ് മാടി അടഞ്ഞു പോകുന്നത് കണ്ട് മൈ നിരാശയോടെ പിന്തിരിഞ്ഞടന്നു. അവൾ മുന്നിൽ നിന്ന് പോവാൻ കാത്തിരുന്നത് പോലെ യാഷിന്റെ അടഞ്ഞ കൺപോളകളിൽ നിന്ന് മിഴുനീര് താഴേക്ക് ഒലിച്ചിറങ്ങി. ഫ്രഷായി വാഷ്റൂം ഡോർ അടച്ചിറങ്ങി. യാഷ് ഉപയോഗിച്ചിട്ട് അവൻ വിരിച്ചിട്ടു. അവനിപ്പം മൈത്രിയോടൊപ്പം സാരംഗിയിലാണ്. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടി ചെയ്യും, കഴുത്തിലും കയ്യിലും എല്ലാം ബോഡി മോയിസ്ചറൈസർ ചേർച്ച് നിൽക്കി. അവന്റെ നോട്ടം പെഡി കിടക്കുന്ന മൈത്രിയിലേക്ക് പാറി വീണു. പീലിയെ മാറോട് ചേർത്ത് ചാഞ്ഞ അഗാധമായ ചിന്തയിലായിരുന്നു അവൻ. റൂമിൽ ഹർഷ ഉണ്ടായിരുന്നു. അതൊന്നും അവൾ ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഹർഷ ഒരു ചിരിയോടെ വന്നു തിരിഞ്ഞെടുക്കുന്നവളുടെ പിന്നിൽ നിന്ന് കുനിഞ്ഞ് അവളുടെ കവളിൽ കവളുരസി. അവന്റെ മുള്ളുപോലുള്ള താടി അവളുടെ പഞ്ഞു പോലുള്ള കവളി കുത്തിയിറങ്ങിയത് ചിന്തകളിൽ നിന്ന് ഞെട്ടി ഉണർന്ന് മൈത്രി കുറുകി. സമർത്ഥ അവൾ അങ്ങനെ തന്നെ കിടന്നു അവന്റെ കവളി തലോടി. എന്താണ് ഇത്രമാത്രം ആലോചിച്ചു കൂട്ടുന്നത്? അവളുടെ നെറുകയിൽ കവളിൽ മാറി മാറി തഴയിക്കൊണ്ട് അവൻ ചോദിച്ചു. ഒന്നുമില്ല, മൈത്രി പറഞ്ഞു. ആ ഒന്നുമില്ലെന്ന് പറഞ്ഞതിൽ തന്നെ എന്തോ ഉണ്ടല്ലോ ത്രയ്യ. ഇന്നും ഇന്നലെയല്ല, കുറെ ഞാൻ ശ്രദ്ധിക്കുന്നു. കാര്യം പറയുന്നുണ്ടോ നീ? ഹർഷ അവളെ സംശയത്തോടെ നോക്കി. മൈത്രി പീലിയെ അടർത്തി മാറ്റി നേരെ കിടത്തിക്കൊണ്ട് ഹർഷന് നേരെ തിരിഞ്ഞു അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു. ഹർഷ തന്റെ തല ഒരു കയ്യിൽ താങ്ങി വെച്ച് ചെരിഞ്ഞു കിടന്നു അവളെ ചുറ്റിപ്പിടിച്ചു. എനിക്ക് സമർത്ഥനോടൊരു കാര്യം പറയാനുണ്ട്. സമർത്ഥ മാത്രമല്ല, എല്ലാവരും അറിയേണ്ട കാര്യമാണ്. പക്ഷെ ഇപ്പൊ എനിക്കത് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ആരോടും പറയില്ല. അയാൾക്ക് വാക്ക് കൊടുത്തുപോയി. സമയവും എല്ലാം ഒന്ന് ശരിയാവും, ഞാൻ പറയാം. അതുവരെ എന്നോടൊന്നും ചോദിക്കരുത്, മൈത്രി അവനോട് പറഞ്ഞു. അവളുടെ സംസാരം കേട്ടത് ഹർഷ ആദ്യം സംശയത്തോടെ നോക്കിയെങ്കിലും പിന്നെ മെല്ലെ പുഞ്ചിരിച്ചു. ഇല്ല, ചോദിക്കുന്നില്ല. പക്ഷെ പറയണമെന്ന് തോന്നുമ്പോ ഒന്ന് പറഞ്ഞേക്കണം. എല്ലാം മനസ്സിൽ വെച്ചേ. ഒറ്റയ്ക്ക് വേദനിക്കുന്നൊരു അസുഖം ഉണ്ടല്ലോ എന്റെ പെണ്ണിന്. ആ തൽക്കാലം അങ്ങോട്ട് മാറ്റി വെച്ചേക്ക് കേട്ടാ. ഹർഷ ഗൗരവത്തിൽ അവളുടെ മൂക്കിൻ തുപ്പിലൊന്ന് കടിച്ചു. മൈത്രി ചിരിയോടെ അവനെ നോക്കി. ഹർഷ അവളുടെ ടോപ്പിനിടയിലൂടെ ഇടുപ്പി തഴുകി അവളുടെ ചുണ്ടി മുട്ടി. അത് ആദ്യമായി കിട്ടുന്നത് പോലെ മൈത്രി അവനെ വീഴിച്ചു നോക്കിയപ്പോ അവൻ വീണ്ടും അവിടെ മുട്ടി. പിന്നെ ഒരുപാട് തവണ അവൻ ഉമ്മം വെച്ച് അവസാനം അങ്ങനെ തന്നെ അവളുടെ ചുണ്ടുകൾ വിഴുങ്ങിയെടുത്തു. മൈത്രി അവന്റെ തോളിൽ ഇറക്കി പിടിച്ചു. അവളുടെ അതരങ്ങൾ അവന്റെ ചുണ്ടുകൾക്കും നാവുകൾക്കും ഇടയിൽ നെരുങ്ങി ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. എങ്കിലും പിന്മാറാൻ ആഗ്രഹിക്കാത്ത പോലെ ഹർഷ അവളെ ചുംബിച്ചു വശക്കെടുത്തി. മൈത്രി അവന്റെ ചെവിയിൽ മെല്ലെ തിരുമ്പി. ഹർഷ ഒരു കിതപ്പോടെ അവളിന്ന് മുഖം മാറ്റി. ഞാനിപ്പോ ചത്തുപോയിനല്ലോ. മൈത്രി അവനെ തുറച്ചു നോക്കി. ഹർഷ തന്റെ ചുണ്ട് തോൽ കൊണ്ട് ടീഷർട്ടിൽ തുറച്ചുകൊണ്ട് അവളെ കുസൃതിയോടെ നോക്കി. കൊതിപ്പിച്ചിട്ടല്ലേടി? അവളുടെ കീഴ്ചുണ്ട് പെരുവിരൽ കൊണ്ട് തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു. അവന്റെ നോട്ടത്തിൽ പറച്ചില്ല. മൈത്രി അവനെ കണ്ണെടുക്കാതെ നോക്കി. ഉറങ്ങാം. ഹർഷ അവളെ നോക്കി പൊരുവിയർത്തി. അവൾ അവന്റെ നെഞ്ചിൽ പതുങ്ങിക്കിടന്നു. ഹർഷ ടീഷർട്ട് ഊരുമായി ലൈറ്റ് ഓഫ് ചെയ്തു. അവളെയും ചേർത്ത് പിടിച്ചടഞ്ഞു. എന്നാൽ അവന്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്നു. മൈത്രിയുടെ ഉള്ളിൽ നിറയെ മൈ മാത്രമായിരുന്നു. മയക്കം വിട്ടുറങ്ങുന്ന യാഷിന് ദാഹം കൊണ്ട് തൊണ്ട പറ്റുന്നത് പോലെ തോന്നി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം വീണ്ടും മയങ്ങിപ്പോയതാ. അവൻ റൂമിന് ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് നക്ഷത്രത്തെ തിരക്കി. അപ്പോഴാണ് ബെഡിന്റെ വലതു ഭാഗത്ത് ഒരനക്കം അറിഞ്ഞത്. യാഷൻ തല തിരിച്ചു നോക്കി. അവിടെ കിടക്കുന്ന ആളെ കണ്ടു. അവൻ അമ്പരന്നു. ബെഡ് സൈഡിൽ ഒരു ചെയർ അടുപ്പിച്ചു വെച്ച് അതിലിരുന്ന് തലയും കൈയും ബെഡിലേക്ക് വെച്ച് അവന്റെ അരഭാഗത്തായി കിടക്കുകയായിരുന്നു മൈ. അവളുടെ ഒരു കൈ ക്യാഞ്ഞിലിട്ട് അവന്റെ കൈ തൊട്ടിരുന്നു. യാഷൻ തന്റെ ദാഹം പോലും മറന്നു അവളെ ചുമ്മാതെ നോക്കിപ്പോയി. ഒപ്പം അവന്റെ കൈകൾ യാന്ത്രികമായി അവളുടെ മുഖത്തേക്ക് നീങ്ങി. കവിളും മറഞ്ഞു കിടക്കുന്ന മുടികൾ അവൻ പതിയെ വകഞ്ഞു മാറ്റി. അവളുടെ മുഖം കണ്ടപ്പോൾ അവനൊന്ന് ഞെട്ടി. കൺപോളകളിൽ നിന്ന് നേർരേഖ പോലെ
താഴേക്ക് ഒഴുകിയ കണ്ണുനീരിന്റെ പശപ്പ്. അവളുടെ കണ്ണും മൂക്കുകളും കവിളുകളും ചുവന്നിരുന്നു. യാഷ് അവളുടെ കവിളി മെല്ലെ തലോടി. ആ സ്പർശനം അറിഞ്ഞ പോലെ മൈ മുഖം ചൊളിച്ച് തന്റെ കവിളി ചൊറിഞ്ഞു. അന്നേരമാണ് യാഷ് സ്വബോധത്തിലേക്ക് വന്നത്. അവനോട് തന്നെ ദേഷ്യം തോന്നി. പഴയതെല്ലാം മറന്നു. മനസ്സ് പിന്നെ അവളിലേക്ക് പോവാൻ ശ്രമിക്കുന്നു എന്ന ചിന്ത അവന് ഭ്രാന്ത് പിടിച്ചു. എത്ര കിട്ടിയാലും പഠിക്കില്ല യാഷ് നീ, അവൻ സ്വയം ദേഷ്യത്തോടെ ചോദിച്ചുകൊണ്ട് കൈ പിൻവലിച്ചത് കയ്യിലെ ക്യാഞ്ഞൊരു ചെറുതായിട്ടൊന്ന് വലിഞ്ഞു. ആ അവനിൽ നിന്ന് വേദനയുടെ ഒരു സ്വരം ഉയർന്നു. അത് കേട്ടപ്പോ മയു ഉറക്കത്തിൽ നിന്ന് കണ്ണ് തിരുമ്മി തുറന്നു. ഉറക്കമുണർന്ന യാഷ് തന്നെ നോക്കി കിടക്കുന്നത് കണ്ട് അവള് ഞെട്ടിപ്പിടിഞ്ഞെരുന്നേറ്റു. എന്തുപറ്റി? അവന്റെ മുഖഭാവം കണ്ടവൾ ചോദിച്ചു. ഒന്നുമില്ല, അവൻ ഇരുണ്ട മുഖത്തോട് പറഞ്ഞു. മൈ തന്റെ കരഞ്ഞു വിങ്ങിയ മുഖം കൈകൾ കൊണ്ട് അമർത്തി തുടച്ച് അവനെ നോക്കി പുഞ്ചിരിച്ചു. ഞാൻ ഫുഡ് എടുക്കാം. അവൾ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ടേബിളിൽ വെച്ചിരുന്നു ഹോട്ട് ഡിഷ് എടുത്ത് തുറന്നു. മമ്മയുടെ അവൻ ചോദിച്ചു. സരുവാന്റെ ഇതുകൊണ്ട് തന്നിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് പോയി, പുറത്തുണ്ടാവും മൈ പറഞ്ഞു. അവള് പൗളിൽ കുറച്ച് കഞ്ഞി ദാൽ കറിയും എടുത്തു അവൻ അരികിൽ വന്നിരുന്നു. എനിക്ക് വേണ്ട. അവള് തരുന്നതിന് മുന്നേ യാഷ് വിസമ്മതം പ്രകടിപ്പിച്ചു. അങ്ങനെ പറയില്ലേ വീർ, മെഡിസിനൊക്കെ കഴിക്കുന്നതല്ലേ, ഫുഡ് അവോയ്ഡ് ചെയ്യരുത്. അവള് സ്പൂൺ അവന് നേരെ നീ. ഞാൻ മെഡിസിനൊക്കെ കഴിക്കുന്നതാണ്, ഭക്ഷണം കഴിക്കണമെന്ന് നീ പറഞ്ഞിട്ട് വേണ്ടി എനിക്ക് മനസ്സിലാവാൻ. പക്ഷെ നിന്റെ കൈ കൊണ്ട് എനിക്ക് വേണ്ടെന്നാ പറഞ്ഞത്. അവൻ അവളെ നോക്കി പരുഷമായി പറഞ്ഞു. വീർ, ഞാൻ തന്നാലെന്താ? എന്നോട് ആന്റി മമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് നിന്റെ ക്യാരക്ടർ അറിയാത്തോണ്ടാ. എന്റെ അടുത്ത് അധികാരം കാണിക്കാൻ നിനക്കെന്താ അവകാശം? ആരെ ബോധിപ്പിക്കാൻ വേണ്ടി ഇവിടെ വരുന്നത്? എന്നെയോ അതോ എന്റെ പ്രിയപ്പെട്ടവരെയോ? അവന്റെ ഓരോ ചോദ്യങ്ങൾക്ക് മുന്നിൽ മയുടെ കണ്ണു നിറഞ്ഞു. എങ്കിലും അവൾ കരഞ്ഞില്ല. കേൾക്കണം, ഇതെല്ലാം കേൾക്കണം. ഇതെന്റെ രണ്ടാം ജന്മമായിരുന്നു. സോ ഐ ഡോണ്ട് നീഡ് യുവർ പ്രസൻസ് ഹിയർ. അവസാന വാചകം അല്പം ഊന്നൽ കൊടുത്തുകൊണ്ട് ഓരോ വാക്കുകളെ അവളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ അവൻ പറയുകയായിരുന്നു. പ്ലീസ്. മൈ മിഴികൾ ഇറുക്കി പൂട്ടി. യാഷ് മനഃപൂർവ്വം അവളെ നോക്കിയില്ല. തന്റെ ലെഞ്ച് കഴിഞ്ഞു അകത്തേക്ക് വന്ന നക്ഷത്ര യാഷിനെ മയെ മാറി മാറി നോക്കി. അവളെ കണ്ടത് മൈ കണ്ണു തുറച്ചുകൊണ്ട് പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. വാട്ട് ഹാപ്പൻ ഹിയർ? എന്തു പറ്റി യാഷ്? നക്ഷത്ര അവന്റെ അരികിൽ വന്ന് ചോദിച്ചു. എവിടെയായിരുന്നു നീ? അവളെ കണ്ടപ്പോ തന്നെ അവന്റെ മുഖത്ത് തെളിഞ്ഞ ആശ്വാസത്തിലേക്ക് മൈ ഉറ്റുനോക്കി. എനിക്കിപ്പോ ലഞ്ച് ടൈം ആയിരുന്നു. അവന് മറുപടി നൽകിക്കൊണ്ട് അവള് മയ്യെ നോക്കി. അവളുടെ കയ്യിലെ ബൗളിലേക്ക് കൂടി നോക്കുക ചെയ്തു. കൊടുത്തില്ലേ? നക്ഷത്ര ചോദിച്ചു. കഴിച്ചില്ല, മൈ പതിയെ പറഞ്ഞു. അതെന്താ കഴിക്കാത്തത്? നക്ഷത്ര യാഷിനെ ഗൗരവത്തിൽ നോക്കി. എനിക്ക് നീ തന്നാ മതി. ഇവളോട് ഇവിടെ നിന്ന് പോവാൻ പറയുന്നു പ്ലീസ്. അവൻ നക്ഷത്രയെ നോക്കി കേണു. നക്ഷത്ര അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മൈയുടെ മുന്നിലേക്ക് വന്നു. ഇങ്ങ് തരുമ്പ ഞാൻ കൊടുക്കാം. അവള് കൈ നീട്ടി. മൈ ബൗളി മുറുക്കി പിടിച്ചു. നക്ഷത്ര അത് കണ്ടത് അവളുടെ കയ്യിൽ പതി അത് വാങ്ങിയെടുത്തു. അവള് തിരിഞ്ഞു നിന്ന് അവൻ അരികിൽ ഇരിക്കുന്നത് കണ്ടപ്പോ മൈയുടെ ചുണ്ടുകൾ വിറച്ചു. തൊണ്ടയിൽ കുരുങ്ങി കിടക്കുന്ന പകരം മൈ തന്റെ ഉദരത്തിൽ നോവോട് തഴുകി. പിന്നെ അവൾക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല. പിന്തിരിഞ്ഞ് നടക്കുന്നു. വീണ്ടും അവനെ ഒന്ന് നോക്കി. യാഷ് അവളെ ഒന്ന് ശ്രദ്ധിക്കുന്നത് കൂടി ഇല്ലായിരുന്നു. മൈ കാറ്റുപോലെ ഡോറ് വലിച്ച് പുറത്തേക്ക് പോയി. മൈ പോയെന്ന് കണ്ടത് നക്ഷത്ര അവനെ കൂർപ്പിച്ചു നോക്കി. ആരാ കുട്ടി? അവൾ അറിയാനുള്ള ത്വരയോടെ അവനോട് ചോദിച്ചു. യാഷ് അത് പ്രതീക്ഷിച്ച പോലെ അവൾ നോക്കി പുഞ്ചിരിച്ചു. ഷീസ് ക്ലോസ്ഡ് ചാപ്റ്റർ ഫോർ മീ. മറ്റെങ്ങോ ദൃഷ്ടി പതിപ്പിച്ച് അവൻ പറയും. അവന്റെ ഹൃദയം പൊളിച്ച് വരയ്ക്കുകയായിരുന്നു. പുറത്തേക്കിറങ്ങി മൈ എതിരെ വരുന്ന ഇന്ദ്രനെ കണ്ട് ഒരു വേള അവിടെ തന്നെ നിന്നുപോയി. തന്റെ മുഖം അവൻ കാണാതിരിക്കാനായി അവൾ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇന്ദ്ര അത് ശ്രദ്ധിച്ചിരുന്നു. എന്തു പറ്റി മൈ? ഉള്ളിൽ അവളോട് ദേഷ്യമുണ്ടെങ്കിലും അവളുടെ മുഖം കണ്ടപ്പോൾ അവനതിന്റെ കാരണം തിരക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അത് ഒന്നുമില്ല ഇന്ദ്ര, ഇടറിയ സ്വരത്തോടെ പറഞ്ഞുകൊണ്ട് അവനെ മറികടന്ന് അവൾ നേരെ പോയത് എന്നിരിക്കുന്ന സ്ഥലത്തേക്കാണ്. സിമന്റ് ബെഞ്ചി വന്നിരിക്കുമ്പോൾ തന്റെ ഹൃദയം പൊട്ടിപ്പോകുന്നത് പോലെ അവൾക്ക് തോന്നി. മടിയിലേക്ക് ചിന്നി ചിതറി വീഴുന്ന കണ്ണുനീർ അതിരില്ലായിരുന്നു. സഹിക്കാൻ കഴിയുന്നില്ല അവന്റെ ഈ അപകടം. അത് മറ്റൊരു പെണ്ണിന്റെ മുന്നിൽ വെച്ച്. ആരാ അവള്? തന്നെക്കാൾ അവകാശം മുൻതൂക്കും അവൾക്ക് നൽകാൻ മാത്രം ആരാ അവള്? അവള് വന്നപ്പോ അവനിലുണ്ടായ ഭാവ വ്യത്യാസങ്ങൾ എല്ലാം ഓർക്കുമ്പോ മൈക്ക് ഭ്രാന്ത് കയറുന്നുണ്ടായിരുന്നു.
അരികിൽ ആരോ വന്നിരിക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ടു. അവള് തലചരിച്ച് നോക്കിയില്ല. ഹാരുണിനെ തിരിച്ചു കിട്ടിയിട്ട് നീ വീണ്ടും ഈ ആശനെ തേടി വന്ന എന്തിനാ? ഇന്ദിര അവളോട് ചോദിച്ചു. ഹാരുണിനെ ചതിക്കുകയായിരുന്നു. അന്ന് ഇന്നും അവനെ തിരിച്ചറിയാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി, മൈ പറഞ്ഞു. അവള് പറഞ്ഞത് കേട്ട് ഇന്ദർ മനസ്സിലാവാതെ നിന്നു. ഹാരുണിന്റെ ബ്ലാക്ക് മാർക്സ് മൈ അവന് മുന്നിൽ വെളിപ്പെടുത്തി. ഓഹോ, അപ്പൊ കാമുകന്റെ തെണ്ടിത്തരൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. നിനക്ക് ഈ ആഷിനോട് തോന്നിയ സെന്റിമെന്റ്സ് അതാണല്ലേ ഇപ്പൊ ഇവിടെ കാണുന്നതിന്റെ ഉദ്ദേശം? ഇന്ദർ ദേഷ്യത്തിൽ അവളോട് ചോദിച്ചു. നോ, ഞാൻ വന്നത് വീറത്തേരി മാത്രമല്ല, എന്റെ വയറ്റി വളരുന്ന കുഞ്ഞിന്റെ അച്ഛനെ കൂടിയാണ്. മൈ തിരിഞ്ഞുകൊണ്ട് അവന് മുന്നിൽ ശബ്ദം ഉയർത്തി. 1-2 നിമിഷം വേണ്ടി വന്നു അവനെ. അവള് പറഞ്ഞതിന്റെ അർത്ഥം ഇന്ദ്രന് മനസ്സിലാവാനായി. മൈ, നീ? അവന് വിശ്വാസം വരാത്ത രീതിയിൽ അവളെ അടിമുടി നോക്കി. അവള് തന്റെ വയറി കൈവച്ച് അതെ എന്ന രീതിയിൽ അവന് നോക്കി കണ്ണു ചെമ്മി. ഇതാരെങ്കിലും അറിഞ്ഞോ? ഇന്ദ്ര ചോദിച്ചു. ചേച്ചിക്കറിയാം, ഇപ്പൊ നിനക്കും. അവള് പുഞ്ചിരിയോട് പറഞ്ഞു. ഇത് നീ ആശനോട് പറഞ്ഞില്ലേ? ഇന്ദ്ര സംശയത്തോടെ അവളെ നോക്കി. ഇല്ല, വീറിനിപ്പൊ എന്നെ കാണുന്നത് തന്നെ ശല്യവാ, ബുദ്ധിമുട്ടാ. അതിന്റെ കാരണം എനിക്കറിയാം. എങ്കിൽ പോലും ഞാൻ ഇതുവരെ അവനോട് തുറന്ന് സംസാരിച്ചിട്ടില്ല. അരുണിന്റെ കാര്യം, ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം ഒന്നും അവനോട് പറഞ്ഞിട്ടില്ല. അവനെ അറിയണ്ടെന്നാണോ നിനക്ക്? ഇന്ദർ ചോദിച്ചു. അവനെ അറിഞ്ഞ ചിലപ്പോ എന്നിലേക്ക് തിരിച്ചു വന്നേക്കാം. പക്ഷെ അതൊരിക്കലും എന്നെ ഓർത്തിട്ടായിരിക്കില്ല, ഈ കുഞ്ഞിന് വേണ്ടിയായിരിക്കും. അതെനിക്ക് സഹിക്കില്ല. പക്ഷെ ഒരു സാഹചര്യം തോന്നും, തീർച്ചയായും ഞാൻ പറയും. എന്നാ തുറന്നു പറയാൻ കഴിയാത്തൊരവസ്ഥയാണെങ്കിൽ അതൊരു രഹസ്യമായിട്ട് തന്നെ നിൽക്കട്ടെ. ഞാനും ഈ കുഞ്ഞു എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം, ആർക്കും ബുദ്ധിമുട്ടാവാതെ. എന്നിരുന്നാലും വീറല്ലാതെ മറ്റാരും ആ സ്ഥാനത്തേക്ക് വരില്ല. വരാൻ ഞാൻ സമ്മതിക്കില്ല. ബിക്കോസ് ഐ ആം മാഡ്ലി ലവ് വിത്ത് ഹിം. മയുടെ ദൃഢമായ വാക്ക് ഇന്ദ്രന്റെ കവിതകളിൽ ഉറഞ്ഞു വീണു. അവളെ കേട്ടു നിൽക്കാനെന്നല്ലാതെ അവന് പറയാൻ വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ പോട്ടെ, മൈ അവനോട് പുഞ്ചിരിയോട് യാത്ര പറഞ്ഞു. മെല്ലെ അവിടെ നിന്ന് നടന്നു നീങ്ങി. അവൾ നടന്നു പോകുന്നത് കണ്ടപ്പോൾ ആദ്യമായി ഇന്ദ്രന് അവളോട് ഒരു അലിവ് തോന്നി. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കഥ. യാഷിൽ നിന്നു ഹിമയെക്കുറിച്ച് കേട്ട നക്ഷത്രം അവന് കുടിക്കാൻ വെള്ളമെടുത്ത് കൊടുക്കുന്നതിനിടയിൽ ചോദിച്ചു. ഇതൊക്കെ കേട്ടിട്ട് തനിക്കെന്തു തോന്നി? വെള്ളം കുടിച്ച് ഗ്ലാസ് തിരികെ കൊടുക്കുന്നു യാഷ് ചോദിച്ചു. അതിപ്പോ തെറ്റാ കുട്ടിയുടെ ഭാഗത്ത് തന്നെയാണ്. പക്ഷെ തെറ്റ് മനസ്സിലാക്കിയിട്ടാണ് അവളിപ്പോ വന്നിരിക്കുന്നതെങ്കിൽ യാക്കൊന്നതന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? നക്ഷത്ര പറഞ്ഞത് അവന്റെ മുഖം മ്ലാനമായി. ബെസ്റ്റ്, നിങ്ങൾ പെണ്ണുങ്ങളൊക്കെ ഇത്ര സെൽഫിഷ് ആണല്ലേ. ആണിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. യാഷ് അവളെ ചേറഞ്ഞു നോക്കി. എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയല്ല. നക്ഷത്ര ചുണ്ടുകൊട്ടി. യാഷ് അവളെ മനസ്സിലായെന്ന രീതിയിൽ കൂർപ്പിച്ചു നോക്കി തലയാട്ടി. ഓക്കെ, സോറി, ഞാൻ നേരത്തെ പറഞ്ഞതിന് തിരിച്ചെടുത്തു. ഇനി ഇതൊക്കെ ആലോചിച്ച് ഓവർ ടെൻഷൻ ആവാതെ ഐ വിൽ ബി വിത്ത് യു. നക്ഷത്ര അവന്റെ വിരലിൽ തൊട്ടു. യാഷ് ആ വിരലുകളെ പൊതിഞ്ഞു പിടിച്ചു കിടന്നു. തുടരും.